വിശുദ്ധ ലൂക്കാസ് സുവിശേഷം അധ്യായം 9. അക്കാലത്ത് യേശു ജനങ്ങളെ സ്വീകരിച്ച് ദൈവരാജ്യത്തെപ്പറ്റി അവരോട് പ്രസംഗിക്കുകയും രോഗശാന്തി ആവശ്യമുള്ളവരെ സുഖപ്പെടുത്തുകയും ചെയ്തു. പകൽ അസ്തമിച്ചു തുടങ്ങിയപ്പോൾ 12 പേരും അടുത്തു വന്ന് യേശുവിനോട് പറഞ്ഞു, നാം വിജന പ്രദേശത്ത് ആയതുകൊണ്ട് ഗ്രാമങ്ങളിലും നാട്ടിൻപുറങ്ങളിലും പോയി താമസിക്കുന്നതിനും ഭക്ഷണ സാധനങ്ങൾ വാങ്ങുന്നതിനും ജനങ്ങളെ പറഞ്ഞയക്കുക. യേശു പ്രതിവച്ചു, നിങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുക്കുവിൻ. അവർ പറഞ്ഞു, ഞങ്ങളുടെ പക്കൽ 5 അപ്പവും 2 മത്സ്യവും മാത്രമേ ഉള്ളൂ. ഈ ജനങ്ങൾക്ക് എല്ലാവർക്കും ഭക്ഷണം നൽകണമെങ്കിൽ ഞങ്ങൾ പോയി വാങ്ങിക്കൊണ്ടുവരാം. അവിടെ ഏകദേശം 5000 പുരുഷന്മാരുണ്ടായിരുന്നു. യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, 50 വീതം പന്തികളായി ജനങ്ങളെ ഇരുത്തുവിൻ. അവർ അങ്ങനെ ചെയ്തു. എല്ലാവരെയും ഇരുത്തി. അപ്പോൾ യേശു ആ 5 അപ്പവും 2 മീനും എടുത്ത് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി അവ ആശീർവദിച്ച് മുറിച്ച് ജനങ്ങൾക്ക് വിളമ്പുവാൻ ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. എല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായി. ബാക്കി വന്ന കഷ്ണങ്ങൾ 12 കുട്ട നിറയെ അവർ ശേഖരിച്ചു. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവതിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ ദിവ്യകാരുണ്യത്തിൻ്റെ ആത്മീയത ധ്യാനിക്കാം. ഇന്ന് ആഗോള തിരുസഭ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുശരീര രക്തങ്ങളുടെ തിരുനാൾ ആഘോഷിക്കുന്നു. ഈ വിശുദ്ധ ദിനത്തിൻ്റെ എല്ലാ നന്മകളും പ്രാർത്ഥനകളും സ്നേഹപൂർവ്വം നേരുന്നു. കർത്താവായ യേശു അന്ത്യത്താഴ വേളയിൽ തൻ്റെ ശരീരരക്തങ്ങൾ നമുക്കായി നൽകിക്കൊണ്ട് അവിടത്തേക്ക് നമ്മോടുള്ള വലിയ സ്നേഹം പ്രകടമാക്കി. ആ സ്നേഹത്തിൻ്റെ ഏറ്റവും മഹത്തായ ഓർമ്മ ദിനമാണെന്ന്. ഇന്നത്തെ ആദ്യ വായന ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിൽ മരുഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ട മഹാപുരോഹിതനായ മെൽക്കിസദേക്കിനെ നാം കാണുന്നു. ഭൂമിയിൽ ആദ്യമായി പിതാവായ ദൈവത്തിന് അപ്പവും വീഞ്ഞും ഉപയോഗിച്ച് ബലിയർപ്പിച്ച പുരോഹിതനായിരുന്നു അദ്ദേഹം. അദ്ദേഹം മരുഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടു, വിശുദ്ധ ബലി അർപ്പിച്ചു, ദൈവത്താൽ അനുഗ്രഹീതനായി. പിന്നെ അവൻ ചെയ്ത പ്രവൃത്തി എന്തെന്നോ, അവൻ അബ്രഹാമിനെ അനുഗ്രഹിച്ചു. ദൈവം അനുഗ്രഹിച്ചവനെ അനുഗ്രഹിക്കുവാൻ ബലം നേടിയവൻ്റെ പേരാണ് മെൽക്കിസദേക്ക്. സമാധാനത്തിൻ്റെ രാജാവ് എന്നാണ് അവൻ്റെ പേരിൻ്റെ അർത്ഥം. സത്യത്തിൽ ക്രിസ്തുവിൻ്റെ പ്രതിരൂപമായി ഭൂമിയിൽ ആദ്യമായി വിശുദ്ധ ബലി അർപ്പിച്ച പുരോഹിതൻ കൂടിയാണ് മെൽക്കിസദേക്ക്. വിശുദ്ധ ബൈബിളിൽ ഈ മഹാപുരോഹിതനെക്കുറിച്ച് അധികമൊന്നും പറയുന്നില്ല. ഉൽപ്പത്തി പുസ്തകം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാണുക ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ മെൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരം നീ നിത്യം പുരോഹിതനാകുന്നുവെന്ന അഭിഷേക പ്രാർത്ഥനയാണ്. ഓരോ ബലിയർപ്പണവും അനുഗ്രഹിക്കുവാൻ വേണ്ടിയുള്ളതാകണം. മറ്റുള്ളവർക്ക് സമാധാനവും ആശംസയും കൃപയും നൽകുന്നതാകണം. ഇന്നത്തെ രണ്ടാമത്തെ വായന അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് നാം വായിക്കുമ്പോൾ ഈ പരിശുദ്ധവും പരിപാവനമായ കൂദാശ എപ്രകാരമാണ് സ്ഥാപിക്കപ്പെട്ടതെന്നും ആ കൃപയിലൂടെ ക്രിസ്തു നമുക്ക് പങ്കുവച്ച് നൽകിയത് എന്താണെന്നും അപ്പോസ്തലൻ വ്യക്തമാക്കുന്നു. അന്ത്യത്താഴ വേളയിൽ ക്രിസ്തു തന്നെ തന്നെ മുറിച്ച് നൽകിക്കൊണ്ട് വാങ്ങി ഭക്ഷിക്കുവാനും വാങ്ങി പാനം ചെയ്യുവാനും നമ്മെ ഓർപ്പെടുത്തി. ആ നന്മയുടെ അനുസ്മരണം കൂടിയാണ് ഓരോ ബലിയുമെന്ന് അപ്പോസ്തലൻ ആവർത്തിച്ച് പറയുന്നു. ഇന്നത്തെ സുവിശേഷത്തിൽ കൃഷ്ണനാഥൻ 5 അപ്പം 5000-ങ്ങൾക്കായി പങ്കുവച്ചുകൊണ്ട് തൻ്റെ ശരീരരക്തങ്ങൾ ഭൂമിക്ക് മുഴുവനും രക്ഷയുടെ അടയാളമായി നൽകുന്നതിൻ്റെ പ്രതീകമായി അത്ഭുതം പ്രവർത്തിക്കുന്നു. അവരെല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായി എന്നാണ് സുവിശേഷം എഴുതിയിരിക്കുക. അതെ, സ്വർഗത്തിലെ ദൈവം ഭൂമിക്ക് നൽകിയ സംതൃപ്തിയുടെ അവസാന വാക്ക് ക്രിസ്തുവാണ്. അവന് മാത്രമേ ഭൂമിയെ സംതൃപ്തമാക്കാൻ കഴിയൂ. രക്ഷയുടെ പൂർണ്ണത ക്രിസ്തുവിൽ മാത്രമാണുള്ളത്. ക്രിസ്തുവിനെ സ്വന്തമാക്കുന്നവന് മാത്രമേ നിത്യരക്ഷയുടെ കൃപ സ്വന്തമാക്കുവാൻ സാധ്യമാവുകയുള്ളൂ. യേശു അവരോട് പറയുന്നു, ഒന്നും നഷ്ടപ്പെടുത്താതെ സൂക്ഷിക്കുവിൻ. അതെ, ക്രിസ്തുവിൻ്റെ ശരീരരക്തങ്ങളുടെ ഏറ്റവും മഹത്തായ കൃപ അത് സംരക്ഷിക്കപ്പെടുമ്പോഴാണ്. ക്രിസ്തുവിൻ്റെ തിരുശരീരരക്തങ്ങൾക്ക് യോജ്യമായ വിധം നാം ഓരോരുത്തരും ജീവിക്കുമ്പോഴാണ്. നമ്മുടെ ജീവിതം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ അനുഭവമാകണം. സ്വന്തം ജീവരക്തം നൽകിക്കൊണ്ട് അവിടെ നമ്മെ സ്നേഹിച്ചു. ആ സ്നേഹത്തിന് നമ്മുടെ ജീവിതം അനുദിനം സാക്ഷ്യമാകണം.
നൂറ്റാണ്ടുകളോളം ഇസ്രായേൽ ജനത്തോട് കരുണ കാണിച്ച ദൈവം സമയത്തിൻ്റെ പൂർണ്ണതയിൽ ദിവ്യകാരുണ്യമായി കൂടെ വസിക്കുന്ന അനുഭവം കൂടിയാണ് ദിവ്യകാരുണ്യ അനുഭവം. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ ദിവ്യകാരുണ്യവുമായി ബന്ധപ്പെട്ട് ഭൂമിയിൽ നാം ചോദിച്ചു പോകാവുന്ന എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം ക്രിസ്തു തന്നെ നൽകുന്നുണ്ട്. യേശു പറയുന്നു, ഇത് മന്നയല്ല, മരുഭൂമിയിൽ നിങ്ങളുടെ പിതാക്കന്മാർ മന്ന ഭക്ഷിച്ചു, എങ്കിലും അവർ മരിച്ചുപോയി. എന്നാൽ ഈ അപ്പം ഭക്ഷിക്കുന്നവൻ നിത്യം ജീവിക്കും. ലോകത്തിന് ജീവൻ നൽകുന്നതിന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരം തന്നെയാണ്. യേശുവിൻ്റെ തിരുശരീരക്തം സ്വീകരിക്കാതെ നമുക്ക് നിത്യജീവൻ സ്വന്തമാക്കാനാകില്ല എന്ന് ക്രിസ്തു പഠിപ്പിച്ചു. ആകിൽ പ്രിയ ദൈവമക്കളെ, വിശുദ്ധ ബലിയുടെ ആഴവും അർത്ഥവും തിരുസഭ ഇന്ന് നമ്മെ ഓർപ്പെടുത്തുന്നു. ഓരോ ബലിയിലും നാം ഭാഗവാക്കാകുമ്പോൾ ക്രിസ്തുവിൻ്റെ തിരുശരീരക്തങ്ങളാൽ നമ്മൾ അനുഗ്രഹീതരാകുന്നു. നമ്മുടെ ജീവിതം ക്രിസ്തു സ്നേഹത്താൽ പൂർണ്ണമാകുന്നു. നമ്മുടെ ജീവിതം ഒരു ബലിയായി തീരുന്ന അനുഭവമാണത്. ക്രിസ്തു നമുക്കായി അർപ്പിച്ച ബലിയെ നാം അനുസ്മരിച്ചുകൊണ്ട് വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതവും ക്രിസ്തുവിൻ്റെ കൃപയുടെ ബലി കേന്ദ്രീകൃത ജീവിതമായി മാറുകയും നാം എല്ലാവരും അവൻ്റെ തിരുശരീരക്തത്താൽ അനുഗ്രഹീതരാകുകയും ചെയ്യുന്നു. കുറച്ചുകൂടി സ്നേഹത്തോടെ വിശ്വാസത്തോടെ ദിവ്യകാരുണ്യത്തെ സമീപിക്കുവാൻ ഈ ദിനം കൃപയും വരവും പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മേവരെയും സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.